ഹായ്, ഇന്ത്യൻ പോളിറ്റി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1600-ൽ ട്രേഡേഴ്സ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1600-ൽ ട്രേഡേഴ്സ് ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. 1600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു വ്യാപാര കമ്പനി സ്ഥാപിക്കുകയും 15 വർഷത്തേക്ക് ഇന്ത്യയുമായുള്ള വ്യാപാര കുത്തകയ്ക്കുള്ള ഒരു ചാർട്ടർ അല്ലെങ്കിൽ അധികാരപത്രം ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് അവർ സമ്പാദിക്കുകയും ചെയ്തു. 1765-ൽ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമനിൽ നിന്ന് അവർക്ക് ബംഗാളിലെ ദീവാനി റൈറ്റ്സ് കിട്ടി. പിന്നീട് ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം, അതായത് 1764-ലെ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു അനുമതിയും അവർക്ക് കിട്ടി. 1858-ലെ ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിന്റെ ചുമതലയിൽ ആയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. തുടർന്ന് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. അങ്ങനെ 1950 ജാനുവരി 26-ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ബ്രിട്ടീഷ് റൂളിലെ ഒരുപാട് ഫങ്ഷൻസ് അടങ്ങിയതാണ് ഇന്ത്യൻ ഭരണഘടന. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണ സമയത്ത് അവർ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. 1773 to 1858 വരെ കമ്പനി റൂളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1773 മുതൽ 1858 വരെ കമ്പനിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് 1858 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടായിരുന്നു ഇന്ത്യയിലെ ഭരണം നടത്തിയിരുന്നത്. 1858 മുതൽ 1947 വരെ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. EIC-യുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നത്. ദിസ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇന്ത്യയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഈ ഒരു നിയമം. റെഗുലേറ്റിംഗ് ആക്ട് വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു മെയിൻ ഭരണാധികാരിയും അയാൾക്ക് കീഴിൽ മറ്റ് ഭരണാധികാരികൾ എന്നൊരു സിസ്റ്റമായിരുന്നു നിലവിൽ വന്നത്. അതുവരെ ഇൻഡിപെൻഡന്റ് പ്രസിഡൻസീസ് ആയിരുന്ന മദ്രാസ്, ബോംബെ ആൻഡ് ബംഗാൾ ഒരു ഭരണാധികാരിക്ക് കീഴിൽ, അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കീഴിൽ വന്നു. ഈ നിയമപ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. കൂടാതെ ഗവർണർ ജനറലിനെ സഹായിക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിൽ ഒരു സുപ്രീം കോർട്ടും സ്ഥാപിച്ചു. 1774-ൽ വിത്ത് 1 ചീഫ് ജഡ്ജ് ആൻഡ് 3 other ജഡ്ജസ്. കൂടാതെ കമ്പനി സർവൻസിനെ പ്രൈവറ്റ് ട്രേഡിൽ നിന്നും ഈ നിയമം പ്രോഹിബിറ്റ് ചെയ്തു. അതുകൂടാതെ ബ്രൈബ്സ് വാങ്ങുന്നത് നിരോധിക്കുകയും ചെയ്തു. കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അതായത് അവർ അറിയപ്പെടുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്, അവർ ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഇന്ത്യയിലെ ഭരണം സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക് ബോൺ ആണ് 1773-ലെ റെഗുലേറ്റിംഗ് ആക്ട്. അടുത്തത് അമെൻഡിങ് ആക്ട് ഓഫ് 1781. ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ആക്ട് പ്രധാനമായും കൊണ്ടുവന്നത് ഈ ഒരു 1773-ലെ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പോരായ്മകൾ, ഡിഫക്ട്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത പ്രധാനപ്പെട്ട ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784-ലെ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ ഒരു ആക്ട് ഹാഫ് ലോഫ് സിസ്റ്റം എന്നും വിളിക്കുന്നു. അതായത് ഒരു ബ്രെഡിനെ രണ്ടായി ഭാഗിച്ച് ഒരു പകുതി കമ്പനിക്കും മറുപകുതി ഗവൺമെന്റിനും. കമ്പനിയുടെ ഫംഗ്ഷനെ രണ്ടായി തിരിച്ചു, കമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ. കമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് നടത്താൻ വേണ്ടി കമ്പനിയെ ഏൽപ്പിക്കുകയും പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ചുമതല നൽകുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ ടെറിട്ടറികളെ ഈ ഒരു ആക്ടിലാണ് ബ്രിട്ടീഷ് ടെറിട്ടറി എന്ന് വിളിക്കുന്നത്. ഇത് റോബർട്ട് ക്ലൈവിന്റെ കാലത്ത് കൊണ്ടുവന്ന ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്നുള്ളൊരു രീതി കൊണ്ടുവന്നിരുന്നു റോബർട്ട് ക്ലൈവ്. ഈ ഒരു രീതിക്ക് സമാനമായൊരു സിസ്റ്റം ആയിരുന്നു ഈ ഒരു പിറ്റ്സ് ഇന്ത്യ ആക്ട്. അടുത്ത ആക്ട് ചാർട്ടർ ആക്ട് ഓഫ് 1793. ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ ഇന്ത്യയിലെ ട്രേഡ് മോണോപോളി 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് സൈന്യാധിപൻ ഗവർണറിന്റെ കൗൺസിൽ അംഗമായിരിക്കണം എന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞു.
പ്രവിശ്യകളിൽ കൗൺസിലുകളുടെ തീരുമാനങ്ങളെ മറികടന്ന് പ്രവർത്തിക്കാൻ ഗവർണർമാർക്ക് ഈ ഒരു നിയമം അധികാരം നൽകി. മദ്രാസിലെയും ബോംബെയിലെയും ഗവർണർമാരുടെ മേലുള്ള അധികാരവും അദ്ദേഹത്തിന് ലഭിച്ചു. വ്യക്തികൾക്കും കമ്പനി ജീവനക്കാർക്കും ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ ലൈസൻസ് നൽകാനുള്ള അധികാരം കമ്പനിക്ക് ലഭിച്ചു. ഇത് പ്രിവിലേജ് ഓർ രാജ്യ വ്യാപാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ചൈനയിലേക്ക് കറുപ്പ് കയറ്റുമതിയിലേക്ക് നയിച്ചു. ചൈനയിലേക്കുള്ള കറുപ്പ് കയറ്റുമതിയിലേക്ക് ഈ നിയമം നയിച്ചു. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1813. EICയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം. എന്നിരുന്നാലും ചൈനയുമായുള്ള വ്യാപാരത്തിലും ഇന്ത്യയുമായുള്ള തേയില വ്യാപാരത്തിലും കമ്പനിയുടെ കുത്തക ഈ ഒരു നിയമം നിലനിർത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളുടെ ഭരണഘടനാപരമായ സ്ഥാനം വ്യക്തമായിട്ട് നിർവചിക്കുകയും ബ്രിട്ടീഷ് ക്രൗണിൻ്റെ പരമാധികാരം ഉറപ്പിക്കുകയും ചെയ്തു. ചാർട്ടർ ആക്ട് ഓഫ് 1813. കൂടാതെ ധാർമ്മിക പുരോഗതിയും മതപരിവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഈ നിയമം അനുമതി നൽകി. കൂടാതെ സുപ്രീം കോടതിയുടെ അധികാരപരിധിക്ക് വിധേയമായിട്ട് ജനങ്ങൾക്ക് നികുതി ചുമത്താനും ഈ നിയമം പ്രാദേശിക സർക്കാരിന് അധികാരം നൽകി. 1813 ചാർട്ടർ ആക്ടിൻ്റെ ക്ലോസ് 43 പ്രകാരം ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കമ്പനി പ്രതിവർഷം ഓരോ വർഷവും 1,00,000 രൂപ നിക്ഷേപിക്കണം. കൂടാതെ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി കൂടാതെ ശാസ്ത്രത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു. ചാർട്ടർ ആക്ട് ഓഫ് 1833. ബംഗാൾ ഗവർണർ ജനറൽ നിയമനിർമ്മാണ അധികാരങ്ങളുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലായി മാറുന്നത് ഈ ഒരു നിയമത്തോടു കൂടിയാണ്. ബോംബെയുടെയും മദ്രാസിൻ്റെയും പ്രസിഡൻസികളുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ നഷ്ടപ്പെടുത്തി. ഇന്ത്യയുടെ ഗവർണർ ജനറലിന് സിവിൽ സൈനിക അധികാരങ്ങൾ നൽകി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കൈവശം വെച്ചിരുന്ന മുഴുവൻ പ്രദേശത്തിൻ്റെയും മേൽ അധികാരമുള്ള ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം ആണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നത് വില്യം ബെൻഡിക് ആയിരുന്നു. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെൻഡിക്. വാണിജ്യ സ്ഥാപനം എന്ന നിലയിൽ EICയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിക്കുകയും കമ്പനി പൂർണ്ണമായും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായി മാറുകയും ചെയ്തു. ചാർട്ടർ ആക്ട് ഓഫ് 1833 അനുസരിച്ച് സിവിൽ സർവീസിലെ തെരഞ്ഞെടുപ്പിന് തുറന്ന മത്സര സമ്പ്രദായം കൊണ്ടുവരാൻ ഈ ഒരു നിയമം ശ്രമിച്ചു. കമ്പനിക്ക് കീഴിലുള്ള ഒരു സ്ഥലവും ഓഫീസും ജോലിയും കൈവശം വയ്ക്കുന്നതിൽ നിന്ന് ഇന്ത്യക്കാരെ വിലക്കരുതെന്ന് ഈ നിയമം പറഞ്ഞു. അടിമത്തം ലഘൂകരിക്കാൻ വ്യവസ്ഥ ചെയ്തു. ലോർഡ് മെക്കാളയുടെ കീഴിലുള്ള ലോ കമ്മീഷൻ നിയമങ്ങൾ ക്രോഡീകരിച്ചു. യൂറോപ്യൻ കുടിയേറ്റത്തിനുള്ള എല്ലാ നിയമങ്ങളും എടുത്തു കളഞ്ഞു. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1853. ആദ്യമായി ഗവർണർ ജനറലും കൗൺസിലിൻ്റെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ വേർപെടുത്തി. ഈ നിയമം ആധുനിക പാർലമെൻ്ററി സർക്കാരിൻ്റെ അടിത്തറയായിട്ട് പ്രവർത്തിച്ചു. ഗവർണർ ജനറലും കൗൺസിലിൻ്റെ നിയമനിർമ്മാണ വിഭാഗം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മാതൃകയിൽ ഒരു പാർലമെൻറ്റായി പ്രവർത്തിച്ചു. കമ്പനി ഭരണം അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയും അങ്ങനെ എപ്പോൾ വേണമെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാമെന്നൊരു രീതിയും ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1853 നിലവിൽ വന്നു. ഈ ഒരു നിയമത്തിലൂടെ കമ്പനിയുടെ സ്വാധീനം കുറയുകയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇപ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ നോമിനേറ്റ് ചെയ്ത 6 അംഗങ്ങളും ഉണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് തുടങ്ങുകയും ഇന്ത്യക്കാർ ഉൾപ്പെടെ എല്ലാവർക്കുമായി ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ആദ്യമായി ബംഗാൾ, ബോംബെ, മദ്രാസ്, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ പ്രാദേശിക സർക്കാരുകളിൽ നിന്നുള്ള 4 അംഗങ്ങളുടെ രൂപത്തിൽ പ്രാദേശിക പ്രാതിനിധ്യം ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അവതരിപ്പിച്ചു. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഇത് പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന ഇരട്ട സർക്കാർ പദ്ധതി അവസാനിപ്പിക്കുകയും 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യുകയും അതിൻ്റെ അധികാരങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റുകയും ചെയ്തു. EICയുടെ ഇന്ത്യയിലെ ഭരണം ഇതോടെ അവസാനിക്കുകയും
ഇന്ത്യൻ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ഗവർണർ ജനറൽ കൗൺസിലിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു നിയമമായിരുന്നു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജനങ്ങളുമായി കൂടിയാലോചിച്ചാണ് ഭരണം നടത്തേണ്ടതെന്ന തത്വം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ ഒരു നിയമം വഴിയാണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഈ ഒരു നിയമം മിൻറ്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മിൻറ്റോ മോർലി ആക്ട് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഇത് കേന്ദ്ര പ്രവിശ്യ നിയമനിർമ്മാണ സമിതികളുടെ വലിപ്പം ഗണ്യമായി വർദ്ധിപ്പിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 16 നിന്ന് 60 ഉയർത്തി. പ്രവിശ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലെ അംഗങ്ങളുടെ എണ്ണം ഏകീകൃതമായിരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ പരോക്ഷമായി തിരഞ്ഞെടുക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ഇലക്ടറൽ കോളേജ് തിരഞ്ഞെടുക്കും. അത് പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. അവർ കേന്ദ്ര നിയമസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കും. ഈ ഒരു രീതി നിലവിൽ വന്നു. ഇത് 2 തലങ്ങളിലുമുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ ചർച്ചാപരമായ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. വൈസ്രോയുടെയും ഗവർണർമാരുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളുമായുള്ള ഇന്ത്യക്കാരുടെ കൂട്ടായ്മ ഇത് പ്രൊവൈഡ് ചെയ്തു ഈ ഒരു നിയമം വഴി. സത്യേന്ദ്ര പ്രസാദ് സിൻഹ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. പ്രത്യേക ഇലക്ടറേറ്റ് എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സാമുദായിക പ്രാധാന്യം നൽകുന്ന സംവിധാനം അവതരിപ്പിച്ചു. ഇതനുസരിച്ച് മുസ്ലിം അംഗങ്ങളെ മുസ്ലിം വോട്ടർമാർക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഈ നിയമം വർഗീയതയെ നിയമവിധേയമാക്കി. മിൻറ്റോ മോർലി റിഫോംസ്. പ്രസിഡൻസി കോർപ്പറേറ്റുകൾ, ചേംബർ ഓഫ് കൊമേഴ്സ്, സർവകലാശാലകൾ, ജമീന്ദാർമാർ എന്നിവരുടെ പ്രത്യേക പ്രാതിനിധ്യവും ഇത് ഉറപ്പു നൽകി. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. ഇത് ഈ ഒരു ആക്ട് തന്നെയാണ് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് എന്നും അറിയപ്പെടുന്നത്. ഈ ഒരു ആക്ടിൻ്റെ 1919 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾ വിഭജിക്കുകയും വ്യവസ്ഥകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണം പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ കേന്ദ്ര സർക്കാരിനും പ്രവിശ്യ സർക്കാരിനും അതത് വിഷയങ്ങളുടെ പട്ടിക അനുസരിച്ച് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാക്കാൻ അനുമതി ലഭിച്ചു. എന്നിരുന്നാലും ഏകീകൃത ഭരണകൂടം അപ്പോഴും തുടരേണ്ടതായിരുന്നു. പ്രത്യേക പ്രവിശ്യകൾക്ക് വേണ്ടി ഒരു ഡയാർക്കി ഗവൺമെൻറ്റും ഈ ഒരു നിയമം ഉണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കാൻ ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്തു. ഈ നിയമം പാസാക്കി 10 വർഷത്തിന് ശേഷം സർക്കാരിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ രൂപീകരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തു. ഇത് പ്രകാരമാണ് 1927 സൈമൺ കമ്മീഷൻ രൂപീകരിക്കുന്നത്. വർഗീയ പ്രാതിനിധ്യം വിപുലീകരിക്കുകയും സിഖുകാരെയും യൂറോപ്യരെയും ആംഗ്ലോ ഇന്ത്യൻസിനെയും ഉൾപ്പെടുത്തുകയും ചെയ്തു. സൈമൺ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. സർ ജോൺ സൈമൺ അധ്യക്ഷനായ 7 പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. 1928 ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തുന്നത് ഈ ഒരു കമ്മീഷൻ. 1930 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഡയാർക്കി നിർത്തലാക്കാനും പ്രവിശ്യകളിൽ പ്രതിനിധിയായി ഗവൺമെൻറ് സ്ഥാപിക്കാനും ശുപാർശ ചെയ്തു. ഡയാർക്കി നിർത്തലാക്കാനും പ്രവിശ്യകളിൽ പ്രതിനിധി ഗവൺമെൻറ് സ്ഥാപിക്കാനും ഈ ഒരു സൈമൺ കമ്മീഷൻ ശുപാർശ ചെയ്തു. സാമുദായിക സംഘർഷങ്ങൾ അവസാനിക്കുന്നത് വരെ പ്രത്യേക വർഗീയ വോട്ടർമാരെ നിലനിർത്താനും ശുപാർശ ചെയ്തു. സൈമൺ കമ്മീഷൻ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലേക്ക് നയിച്ചു. ഈ ഒരു കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലായിരുന്നു. കമ്മ്യൂണൽ അവാർഡ്. 1932 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് നടത്തിയ പ്രഖ്യാപനമാണ് കമ്മ്യൂണൽ അവാർഡ്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫോർവേഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, മുസ്ലിങ്ങൾ, ബുദ്ധമതക്കാർ, സിഖ്സ്, ഇന്ത്യൻ ക്രിസ്ത്യാനികൾ, ആംഗ്ലോ ഇന്ത്യക്കാർ, യൂറോപ്യൻസ്, ഡിപ്രസ്ഡ് ക്ലാസുകൾ, അതായത് ഇപ്പോഴത്തെ പട്ടികജാതിക്കാർ. ഈ ഒരു വിഭാഗക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. ഇവർക്ക് ചില സംവരണ ആനുകൂല്യങ്ങളും ഏർപ്പെടുത്തി. പട്ടികജാതിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുമതിയും നൽകി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. It provided the establishment of All India Federation. ഈ ഫെഡറേഷൻ ബ്രിട്ടീഷ് ഇന്ത്യയും നാട്ടുരാജ്യങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ ഫെഡറേഷനിൽ ചേരണം, എന്നാൽ നാട്ടുരാജ്യങ്ങൾക്ക് ഇത് നിർബന്ധമായിരുന്നില്ല. ആവശ്യമായ നാട്ടുരാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ തന്നെ ഈ ഒരു ഫെഡറേഷൻ യാഥാർത്ഥ്യമായില്ല. ഈ നിയമം കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും ഇടയിൽ അധികാരം വിഭജിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾക്ക് സ്വയംഭരണാവകാശം അനുവദിക്കുകയും ചെയ്തു. ഈ ഒരു നിയമപ്രകാരം ഫെഡറൽ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു. ബൈക്യാമറൽ നിയമനിർമ്മാണ സഭ കൊണ്ടുവന്നു. ഫ്രാഞ്ചൈസ്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നു. ഫെഡറൽ റെയിൽവേ അതോറിറ്റി സ്ഥാപിച്ചു. പ്രവിശ്യ സ്വയംഭരണാവകാശം അനുവദിച്ചിട്ടും ഗവർണർമാർക്കും വൈസ്രോയിമാർക്കും ഗണ്യമായ പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ ഇന്ത്യൻ നേതാക്കൾ ഈ ഒരു നിയമത്തോട് താല്പര്യം കാണിച്ചില്ല. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു നിയമമാണ്. ക്ലെമന്റ് ആറ്റ്ലിയുടെ ലേബർ സർക്കാരാണ് ഈ ഒരു നിയമം തയ്യാറാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ശുപാർശകൾ അംഗീകരിച്ചതിനെ തുടർന്ന് രൂപീകരിച്ച മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാനിലെ പദ്ധതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമമായിരുന്നു ഈ ഒരു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലേക്ക് വരുന്നത് അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറുന്നത് കാണാനുള്ള ഒരു ദൗത്യവുമായിട്ടാണ്. എന്നാൽ വിഭജനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ INCക്കും ലീഗിനും യോജിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ മൗണ്ട് ബാറ്റൻ പ്രഭു ഒരു പ്ലാൻ ഉണ്ടാക്കി, ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഒരു പ്രാരംഭ പദ്ധതി. ഈ ഒരു പദ്ധതി നെഹ്റു എതിർത്തിരുന്നു. ഈ പദ്ധതി പ്രകാരം പ്രവിശ്യകളെ സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഭരണഘടനാ അസംബ്ലിയിൽ ചേരാനോ ചേരാതിരിക്കാനോ അനുവദിക്കണം. ഇത് രാജ്യത്തെ ഒരു ബാൽക്കനൈസേഷനിലേക്ക് നയിക്കുമെന്നതിനാൽ തന്നെ നെഹ്റു ഇതിനെ എതിർത്തു. തുടർന്ന് എല്ലാ പാർട്ടികളും അംഗീകരിച്ച ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്ന ഒരു അവസാന പദ്ധതി മൗണ്ട് ബാറ്റൻ പ്രഭു കൊണ്ടുവന്നു. ഇത് INCയും ലീഗും അംഗീകരിച്ചു. ഈ ഒരു പദ്ധതി പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കും. ഭരണഘടനാ അസംബ്ലി രൂപപ്പെടുത്തിയ ഭരണഘടന പാകിസ്ഥാനിലേക്ക് പോകുന്ന പ്രദേശങ്ങൾക്ക് ബാധകമായിരിക്കില്ല. ഈ പ്രവിശ്യകൾ പിന്നീട് ഒരു പ്രത്യേക ഭരണഘടനാ അസംബ്ലി തീരുമാനിക്കും. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നൽകാൻ ഈ ഒരു നിയമം തീരുമാനിച്ചു. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമായി. ഓഗസ്റ്റ് 15 ഇന്ത്യയും. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി. പാകിസ്ഥാനിലെ ഗവർണർ ജനറൽ ആയിരുന്നത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു. 1946 ഫോം ചെയ്ത കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറുകയും ചെയ്തു. ഇത്രയുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. താങ്ക് യു.